വിശുദ്ധരിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വരുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കുവാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്.
ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. രണ്ടാം വായന. എൻ്റെ സഹോദരരെ, നിങ്ങളിത് ശ്രദ്ധയോടെ ശ്രമിക്കുകയും മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 14 വരെ. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തിരികെ കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കില്ല. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. കർത്താവെ ആശ്രയിക്കണമേ. പുതിയ ഉടമ്പടി. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു ഞാൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുകയും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും.
ശേഷം I am the bread of life. Your fathers ate the manna in the desert and they are dead. But this is the bread that comes down from heaven, so that a man may eat it and not die. I am the living bread, it has come down from heaven. Anyone who eats this bread will live forever. The bread that I shall eat is my flesh for the life of the world. Then the Jews stood and argued with one another. How can this man give us his flesh to eat? They said. Jesus replied, I tell you most solemnly, if you do not eat the flesh of Son of Man and drink his blood, you will not have life in you. Anyone who does eat my flesh and drink my blood has eternal life, and I shall raise him up on the last day. For my flesh is real food, and my blood is real drink. He who eats my flesh and drinks my blood lives in me, and I live in him. As I, who am sent by the living Father, myself draw life from the Father. Whosoever eats me will draw life from me. This is the bread that comes down from heaven. Not like the bread our ancestors ate. They are dead, but anyone who eats this bread will live forever. Let us listen to Father Aju to know the real presence of Jesus in the Holy Eucharist, and he always gives us an inspiration thought. Let us listen to him. Dear friends in Jesus Christ, those who receive Holy Communion today, do you know what? Do you know what? Do you know what? No. Okay, just bear with me. Just when I was receiving Holy Communion, just before that, my uncle gave me a vote. That's the time I wrote a vote for that. And I used it some more years, but now I don't wear the votes. I don't know. I don't have that. I don't like actually to wear a watch. I feel something unwanted when I wear it. I would like to share one incident during my Holy Communion. I was eagerly waiting and I prayed. I was waiting eagerly for the moment of receiving Holy Communion. I live in Kerala. We have a different culture. And my parents, my relatives, my neighbors, all came in my house, and they are celebrating the Holy Communion, in the eve of Holy Communion. So, just think from the viewpoint of a boy who is about to receive Holy Communion next day. Just think from the viewpoint of a boy. So, on the eve of Holy Communion, all came, they started to celebrate with what? What might be? Can anyone say? Yeah, you can say precious colors.
Today, maybe Malayalis don't know what today is. So they brought there my parents, they came, they started to celebrate with this alcohol. Yeah. So, I was totally against it. I'm going to receive Jesus Christ next day, and these people are doing crazy things. I'm thinking like that as I was born. And do you know what I did? I ran to my father, and he was about to take the truly. I took the glass, I took the cup, and threw it in. When you hear me, you just think from the view of that boy who is about to receive the healing, not from your own point of view. I did because of that eagerness, that spirit of wanting Jesus Christ to receive next day. Then they all were astonished and they asked me to say sorry. With my heart, it was, I don't know how to express that moment. They asked me to confess. They asked me to say sorry. At last, I had to. But still now I feel, I don't think that I did wrong. Still now. So, through the gospel, Jesus says that this is the bread of life. Through the epistle, through the letter, St. Paul says, if you discern what is going to receive, you have to discern what is spiritual bread, what is earthly bread. If you don't discern and receive, listen. So what I want to suggest to you, when you receive the Holy Communion, even boys or girls, no difference between children or the adult. When you receive, with enough discernment, you see the Holy Communion. Without discernment, you cannot receive. You can receive, but it will not, it will leave you tired. I hope you understood. So now onwards, you are going to receive in every Mass. So with enough discernment, this is the bread which is coming from heaven. This is the body of Jesus Christ. This is the blood of Jesus Christ. There is a difference between the normal wine and normal wine. This is not normal. This is not normal. This is not normal. So with that discernment, you come to the church, you participate in Holy Kurbana and receive the Holy Communion. Are you okay? Then the other thing, in the Old Testament, they did that. The Israelites killed or sacrificed the lamb, and they spread the blood of the lamb in the shoulder of their house. To whatever comes to us, we can purify it. We can purify it. So with enough discernment, let us receive the Holy Communion. Let us pray together and strengthen it. Strengthen it. May the Father and the Son and the Holy Spirit. Amen. Prayerful faith. Loving Jesus, as I receive you for the first time in Holy Communion, fill my heart with faith and trust in your presence. Help me to always believe in your love for me, and guide me
strengthen my faith each day. Lord, hear us. Lord, graciously hear us. Dear Eucharistic Lord, I pray for my family who supports and loves me. Bless my parents, siblings, and all my relatives, that they may feel your loving presence in their lives. Guide us to grow together in faith, hope, and love, and help us to always seek your grace and peace. Lord, hear us. Lord, graciously hear us. Prayerful friends, Jesus, my Savior, I bring my friends before you today. Bless them with your love and grace, and help us to be kind and supportive of one another. May we share the joy of knowing you, and always encourage each other to live holy lives. Lord, hear us. Lord, graciously hear us. Heavenly Father, I pray for our Saint Joseph Mission, our priests and all who serve our altar. Fill them with your wisdom and strength, and help them to lead us closer to you through the sacraments. May our mission be a place of love, peace, and spiritual growth. Lord, hear us. Lord, graciously hear us. Prayer for the world. Lord Jesus Christ, as I receive you in the Eucharist, I pray for peace and love in the world. Bless all children and families, especially those in need. Guide the leaders of nations to work for justice and harmony. Help us to be instruments of your peace and to spread your love wherever we go. Lord, hear us. Lord, graciously hear us. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. Lord, we commit ourselves to you. Thank you.
സർവശക്തനും പിതാവുമായ എന്റെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തിന്റെ നിന്നെ ശുദ്ധനാകട്ടെ. My brothers and sisters, give peace to one another in the love of Christ. Let us thank the Lord in His freedom with pure and contrite hearts. Oh
സന്തോഷം
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിത്യം ചെയ്യുകയും ചെയ്യും. With the hope arising from repentance, let us turn away from wrongdoing, repent for our sins, and forgive the trespasses of our brothers and sisters. Let us pray to God, the Lord of all, for mercy and forgiveness. Let us cleanse our hearts, turning away from dissensions and conflicts. Let us free our souls from enmity and hatred. Let us receive the Holy Qurbana and be sanctified by the Holy Spirit. Let us receive these sacred mysteries in peace and unity with one another. O Lord, may these sacred mysteries be for the resurrection of our bodies and the salvation of our souls. Let us pray, peace be with us. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ,
ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ആരാധനാ പാത്രമേ. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു ആദരവോടെ. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുമ്പിൽ ആദരവോടെ. Amen.
adore him by saying the prayer, O Sacrament most holy, O Sacrament divine, all praise and thanksgiving be the very moment thine. O Sacrament most holy, O Sacrament divine, all praise and all thanksgiving be the very moment thine. O Sacrament most holy, O Sacrament divine, all praise and all thanksgiving be the very moment thine. പിതാവായ ദൈവമേ, സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ കൃതജ്ഞതയും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സ്തുതിയും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ കുർബാനകളെ നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നോക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Vidyaya
പരിശുദ്ധനായ